പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാറിന്റെ സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആലപിച്ച അയ്യപ്പ ഭക്തിഗാനം ശാസ്താതീർത്ഥം സൂപ്പർ ഹിറ്റിലേക്ക്. സ്വാമി 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 എന്നൊരു ദേവനുണ്ടേ, മല 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 ശബരി വാഴും ദേവനുണ്ടേ, അയ്യനയ്യൻ അയ്യൻ എന്നൊരു ദേവനുണ്ടേ, മലമുകളിൽ പരമരുളും പൊന്നു സ്വാമി. അയ്യപ്പ സ്വാമി സ്വാമി അയ്യപ്പ സ്വാമി സ്വാമി കണ്ണൂരത്തേരി സ്വാമി. 4 വയസ്സുള്ള ശ്രാവണി ശ്രീയ വിവേക് മുതൽ 54 വയസ്സുള്ള രാജേഷ് കൃഷ്ണ വരെ ശാസ്താതീർത്ഥമെന്ന ഈ ഗാനത്തിന് ശബ്ദം നൽകിയിട്ടുണ്ട്. അരികിൽ പൊന്നയ്യൻ, ഹന്തഭാഗ്യം ജനാനനം തുടങ്ങി നിരവധി ഗാനങ്ങൾക്ക് ശേഷം ഉമേഷ് കുമാർ രചനയും സംഗീതവും നൽകി ആലപിക്കുന്ന ഭക്തിഗാന ആൽബമാണ് ശാസ്താതീർത്ഥം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ അമ്പൂരി കുമ്പിച്ചക്കടവ് പാലത്തിന്റെ ദൃശ്യഭംഗി പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ആദ്യ അയ്യപ്പ ഭക്തിഗാനം ആൽബം എന്ന പ്രത്യേകതയും ശാസ്താതീർത്ഥത്തിനുണ്ട്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന നെയ്യാറിന്റെ തീരത്തുള്ള അരുവിക്കര പൂർണ്ണപുഷ്കല സമേതനായ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും അവിടുത്തെ മനോഹരമായ ഭൂപ്രകൃതിയുമാണ് ആൽബത്തിന്റെ പ്രധാന ആകർഷണം. പുറ്റിങ്ങൽ ആയിരവല്ലി ക്ഷേത്രത്തിലെയും ചിറക്കര ആയിരവല്ലി മഹാദേവർ ക്ഷേത്രത്തിലെയും കാനനഭംഗി മനോഹരമായ ആൽബത്തിൽ പകർത്തിയിട്ടുമുണ്ട്. ചെന്നമത്ത മഹാദേവ ക്ഷേത്രത്തിലെ രാത്രി ദൃശ്യങ്ങൾ ഭക്തനെ ഭക്തിയോടെ പരകോടിയിലെത്തിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക ശ്രാവണി മാളികപ്പുറമായി നിറഞ്ഞാടി എന്നതാണ് ശാസ്താതീർത്ഥത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശബരിമല യാത്രയ്ക്ക് പോകുന്ന അയ്യപ്പ സംഘത്തിന് യാത്രാമധ്യേ ഇടത്താവളങ്ങളിൽ വെച്ചുണ്ടാകുന്ന അനുഭവങ്ങളാണ് ശാസ്താതീർത്ഥത്തിന്റെ ഇതിവൃത്തം. ദിനേശ് കൃഷ്ണൻ മനോഹരമായി ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ മികച്ച നിലവാരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് ഷാരീഷ് മോഹനാണ്. ഭക്തിയും ദൃശ്യഭംഗിയും സമന്വയിപ്പിക്കുന്ന ആൽബത്തിന് വിഷ്വൽ ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മാധ്യമ പ്രവർത്തകനുമായ ലാൽ അഴകമാണ്. അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിൽ ചിത്രീകരിച്ച ആദ്യത്തെ അയ്യപ്പ ഭക്തിഗാനം എന്ന നിലയിൽ ശാസ്താതീർത്ഥം ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതൊക്കെ തന്നെ MG മ്യൂസിക് അക്കാദമിയുടെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെയാണ്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ഗാന ചിത്രീകരണം നടന്നിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നവരെല്ലാം തന്നെ വളരെ മനോഹരമായി അവരവരുടെ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് മാളികപ്പുറമായി അവതരിപ്പിച്ചിരിക്കുന്ന കുഞ്ഞു മകൾ, പിന്നെ ഗുരുസ്വാമിയായി വേഷമിടുന്ന രാജേഷ് പൂനു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്. അദ്ദേഹം ആർട്ടിസ്റ്റ് എന്നതിനപ്പുറത്ത് ഒരു മികച്ച ശബ്ദ കലാകാരനാണ്, ഡബിംഗ് ആർട്ടിസ്റ്റാണ്. മികച്ച നാടകങ്ങളിലൂടെ അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരാളാണ്. നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട MG ശ്രീകുമാർ സാർ, അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് വിശ്വസിച്ച് ഏൽപ്പിച്ചതിലുള്ള സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ചിത്രം ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ആൽബം എല്ലാവരും കാണണം. ഐശ്വര്യ S കുറിപ്പിൻ്റെതാണ് സ്റ്റോറി. സിജോ സ്റ്റീഫൻ ഓർക്കസ്ട്രേഷനും സജിത് വിശ്വനാഥൻ കോറിയോഗ്രാഫിയും നിർവഹിച്ച ശാസ്താതീർത്ഥം പിന്നണി ഗായകൻ MG ശ്രീകുമാറിന്റെ ഒഫീഷ്യൽ പേജിലൂടെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. GTV ന്യൂസ്, തിരുവനന്തപുരം.